നമസ്കാരം പ്രിയമുള്ളവരെ. ചില കുറ്റകൃത്യങ്ങളും ചില മോഷണങ്ങളും ചില അഴിമതികളും ചെയ്യണമെങ്കിൽ അതൊരു സാധാരണക്കാരനോ അതിലെ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർക്കോ പറ്റില്ല. പൊതുമുതലാകുമ്പോൾ കൃത്യമായി അത് മേലിലുള്ള ഒരാളിൻ്റെ നല്ല സഹകരണവും അയാളുടെ സഹവർത്തിത്വവും ഉണ്ടായെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നുള്ളതാണ് കാലങ്ങളായി നമുക്കറിയാവുന്നതും. ഇന്ത്യയിലായാലും ലോകത്തായാലും അതുതന്നെയാണ് നടക്കുന്നത്. കേരളത്തിലെ ഒട്ടനവധിയായ നിരവധിയായ പ്രശ്നങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്നതായ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പാരടി ഗാനത്തിൻ്റെയും സ്വർണ്ണക്കള്ളയുടെയും ഒരു ഗർഭത്തിൻ്റെയും പുറകെ പോയി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മൂന്നാം ഊഴത്തിനുള്ള ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്താലൊത്തു ഇല്ലെങ്കിൽ പോട്ടെ എന്ന രീതിയിൽ ഒരു പണി നടത്താനുള്ള ശ്രമത്തിലാണ്. ശബരിമല സ്വർണം 1998-99 വർഷങ്ങളിൽ വിജയ് മല്യ എന്ന UB ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അതിൻ്റെ ദ്വാരപാലക ശില്പങ്ങളും പാളികളും മേൽക്കൂരയും ഒക്കെ സ്വർണം പാളി കൊണ്ട് പൊതിഞ്ഞു കൊടുത്തത്. 30 കിലോ സ്വർണം അന്ന് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റേതായ രീതിയിലുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള മഹസർ റിപ്പോർട്ട് അവിടെ അന്ന് ഉണ്ടായിരുന്നു. ആ മഹസർ റിപ്പോർട്ട് എന്നോ ഒരിക്കൽ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല കൊള്ളയും അതിനുശേഷം നടന്നിട്ടുള്ള അറസ്റ്റുകളും. ഒരു മോഷണ വസ്തു നഷ്ടപ്പെട്ടാൽ അത് പൊസഷനിൽ എടുത്തെങ്കിൽ മാത്രമേ, ആ മോഷണ വസ്തു കണ്ടെടുത്തെങ്കിൽ മാത്രമേ ആ കൃത്യം നടന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടെടുക്കുന്നത് അതല്ല എങ്കിൽ ആ കൃത്യം എങ്ങനെ അതാണെന്ന് തെളിയിക്കാൻ പറ്റും? ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും SITയുടെ അന്വേഷണം എന്നുള്ളതാണ് സത്യം. SIT 2 ഉന്നതരുടെ അറസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്, സർക്കാരിന് വേണ്ടി. അതിലൊരാളെന്ന് പറയുന്ന സംസ്ഥാനത്തെ പോലീസ് വിഭാഗത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ഹരിശങ്കർ IPSൻ്റെ അച്ഛൻ ശങ്കർദാസാണ്. മറ്റൊന്ന് വിജയകുമാർ. അവരോടൊപ്പമായിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്നത് നമ്മുടെ K. പത്മകുമാർ, പത്തനംതിട്ട ജില്ലക്കാരൻ. അയാൾ ഇപ്പോൾ ജയിലിലാണ്. ഏകദേശം 10-30 ദിവസത്തിൽ കൂടുതലായിട്ട് ജയിലിൽ കിടക്കുന്നു. ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ചെന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത് അതും റിമാൻഡിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് വരെ അതെല്ലാം നിർത്തിവെച്ച ശേഷം ഇലക്ഷൻ ശേഷം ഹൈക്കോടതി വീണ്ടും വടിയെടുത്തപ്പോൾ SIT നേരെ ഗോവർദ്ധനിലേക്ക് പോയി ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തു. എന്താണ് ഗോവർദ്ധൻ? അതായത് സ്മാർട്ട് ക്രിയേഷൻ്റെ MDയെയും അറസ്റ്റ് ചെയ്തു. ഗോവർദ്ധൻ ചെയ്ത കുറ്റം എന്താണ്? ഈ ശബരിമലയിലെ സ്വർണം, അധികം വന്ന സ്വർണം അയാൾ വാങ്ങി. ആ അധികം വന്ന സ്വർണം അയാൾ വാങ്ങുകയും അതിൻ്റെ പണം കൊടുക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് 14,97,000 രൂപ ദേവസ്വം ബോർഡ് DDI കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡിന് DDI കൊടുത്തപ്പോൾ വ്യക്തിയുടെ പേരിൽ കൊടുത്തോ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ കൊടുത്തോ, അത് ആര് മാറിയെടുത്തു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. എന്തിന് ഗോവർദ്ധനെ പ്രതിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം SIT ആരംഭിച്ചിരിക്കുന്നു. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതും അതുകൊണ്ട് കൂടി തന്നെയാണ്. ഏകദേശം 1.5 കോടി രൂപ പല പ്രാവശ്യങ്ങളായി ശബരിമലയിൽ സ്വർണത്തിന് ശേഷം ഈ പറഞ്ഞ ഗോവർദ്ധൻ്റെ നിന്ന് പോകുന്നു. ഗോവർദ്ധൻ ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ്. ഗോവർദ്ധൻ്റെ നിന്ന് ഇവർ 2019 വാങ്ങിയ സ്വർണം എന്നതിൽ റിക്കവറി ചെയ്തെടുത്ത് SIT റിക്കവറി ചെയ്ത 440 ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അയാൾ ഉരുക്കി വെച്ചിരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റാണ്. അയാളുടെ കടയിൽ നിന്ന് കുറേ സ്വർണം നിർബന്ധപൂർവ്വം പിടിച്ചെടുത്ത് ഇത് അവിടുത്തെ മോഷണ മുതലാണെന്ന് പറയാനുള്ള ശ്രമമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയായിട്ട് പോകുമ്പോൾ അയാളെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. ഒരു 10 പവൻ്റെ മാല അയാൾ കൊടുത്തിട്ട് 4 വർഷത്തോളം അത് കണക്കിൽ രേഖപ്പെടുത്താതെ SIT അന്വേഷണം വന്നതിന് ശേഷമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 10 വർഷം മുമ്പ് ഗോവർദ്ധൻ കൊടുത്തതാണെന്ന് ഗോവർദ്ധൻ പറയുന്നു. അന്നദാനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. നമുക്കെല്ലാം സ്വപ്ന സുരേഷ് പറഞ്ഞ സ്വർണം പണ്ടുണ്ടായ സർക്കാരിൻ്റെ, അതായത് 2016-21 പിണറായി സർക്കാരിൻ്റെ സമയത്ത് 2020-21 കോവിഡ് മൂത്തിരിക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷിനെ ഇവിടുന്ന് നമ്മുടെ ADGP ഉൾപ്പെടെയുള്ള സഹായത്തോടെ കർണാടകയിൽ പോയ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വർണം അറിയത്തില്ലേ? സ്വർണത്തിൻ്റെ കഥ. പല മന്ത്രിമാരുടെയും പേരുകൾ, മുൻ സ്പീക്കറുടെ പേരുകൾ ഉൾപ്പെടെയൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടായ ആ സ്വർണത്തിൻ്റെ അന്നത്തെ കുംഭകോണത്തിന് ED അന്വേഷണം വന്നിരുന്നു. ED അന്വേഷണം വന്നു. മുഖ്യമന്ത്രിയുടെ 4 വശത്തുള്ള മുഴുവൻ ആൾക്കാരെയും ED ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല. അന്ന് അവിടെ പോയി കിടന്നത് ഇന്ന് പത്മകുമാർ കിടക്കുന്ന പോലെ അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കിടന്ന ആളുടെ പേര് ശിവശങ്കർ എന്നാണ്. സ്വപ്ന സുരേഷിനെ സിംബോളിക്കായിട്ട് കല്യാണം കഴിച്ച ആളുടെ പേരാണ് IAS കാരൻ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സർവസ്വമായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴും ED വന്നിരിക്കുന്നു ശബരിമല വിഷയത്തിൽ. മോദിയുടെ പ്രത്യേക നിശ്ചയപ്രകാരം കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ED വന്നിരിക്കുകയാണ്.
കേരളത്തിലെ ഇന്ന് വരെ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാരെ പലരെയും, സോണിയാഗാന്ധി ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരെല്ലാം മുകളിൽ 4 വശത്തും ഇടി വട്ടമിട്ട് പറക്കുമ്പോഴും പിണറായി വിജയന്റെ കസേരയ്ക്ക് 4 വഴിയിലും പോയി നിന്നിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഉറുമ്പ് അരിക്കുന്ന പോലെ ദൂരെ മാറി നിന്നിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ ഇ ഡി എത്തിയിരിക്കുന്നു. ഈ ഇ ഡി എത്തി ഈ സാധനത്തെ, ഈ ശബരിമല കൊള്ളയെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൈകളിലെത്തിച്ചിട്ട് തൂത്ത് വാരിക്കൊടുക്കാനുള്ള, തുടച്ച് വൃത്തിയാക്കി കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതിനുവേണ്ടിയാണ് ഇ ഡി വന്നിരിക്കുന്നത്. എപ്പോഴൊക്കെയോ പിണറായി വിജയന് ദോഷമുണ്ടാകുന്നു, ആ സമയത്തൊക്കെ ഇ ഡിയും സി ബി ഐയും ഒക്കെ ഡൽഹിയിൽ നിന്ന് പറന്നെത്തുക മാത്രമല്ല അയാളെ സഹായിക്കുകയും ചെയ്യും. അത് സംസ്ഥാനം നഷ്ടപ്പെട്ടാലോ അയ്യപ്പൻ്റെ സ്വർണം കഷ്ടപ്പെട്ടാലോ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും അച്ചാരം വാങ്ങിയിട്ടുള്ള സംരക്ഷകരെന്ന് സ്വയം അണിയുന്ന BJPക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷം അവർ നടത്തിയ പ്രസ്താവനകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ കള്ളമാണോ എന്നുള്ളത്. അധികാരത്തിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം എന്ത് അയ്യപ്പൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ പാട്ടെ പാടിക്കൊണ്ട് നടക്കാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം. 2019 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആളും അന്നത്തെ മുരാരി ബാബുവും അന്നത്തെ എൻ വാസുവും കെ പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും ഒക്കെ പ്രതികളാകേണ്ട സ്ഥാനത്ത് ശങ്കർദാസിനെയും വിജയകുമാറിനെയും വീട്ടിൽ ഇരുത്തിയിട്ട് മറ്റുള്ളവരെ പിടിച്ചകത്തിട്ട് ഈ കേസിന് തെളിവില്ലാതെയാക്കി കിടക്കാനുള്ള ശ്രമമാണ് SIT ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ഹൈക്കോടതി അന്വേഷിച്ചാലും, ഏത് സുപ്രീം കോടതി നേരിട്ട് അന്വേഷിച്ചാലും തെളിവുകളും രേഖകളും ഇല്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാലോചിച്ച് നോക്കുക. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ശബരിമലയിൽ നിന്ന് കവർന്നെടുത്ത സ്വർണം റിക്കവറി ചെയ്തു എന്നായിരിക്കും SIT പറയാൻ പോകുന്നത്. അപ്പോൾ ശങ്കർദാസ് പറയും, ഞാൻ ശബരിമലയിൽ നിന്ന് വാങ്ങിയ സ്വർണത്തിന് വില കൊടുത്തിട്ടാണ് വാങ്ങിയത്, അതിൻ്റെ DD കോപ്പി എൻ്റെ ഉണ്ട്. ഹൈക്കോടതിയിൽ അയാൾ ഹാജരാക്കി കഴിഞ്ഞു. ഹൈക്കോടതിയിൽ അയാൾ 307/25 കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷനിൽ ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ വിജയഭാനു എന്ന് പറഞ്ഞ ക്രിമിനൽ ലോയറാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഗോവർദ്ധൻ അവിടെ നിന്ന് ഊരിപ്പോകുമ്പോൾ ബാക്കിയുള്ളവരോട് ഊരിപ്പോകാനുള്ള അവസരമാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ഇതിൽ 2-3 പേരുടെ ഈ ബദറുദ്ദീൻ്റെ അടുത്ത്, ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ അടുത്ത് ജാമ്യാപേക്ഷ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഓടിച്ചു പലരെയും. അദ്ദേഹം ചോദിച്ച പല ചോദ്യങ്ങൾക്ക് SITയുടെ മുമ്പിൽ ആൻസർ ഇല്ലായിരുന്നു. അങ്ങനെ ആൻസർ ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാനേ കോടതിക്ക് കഴിയൂ. തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കോടതിക്ക് വഴിയില്ല. തെളിവുകൾ ഉണ്ടാക്കുകയും ഉള്ള തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യേണ്ട ബാധ്യത SITക്ക് ഉള്ളപ്പോൾ SIT പകച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ മുകളിലുള്ളവർ, തങ്ങൾ സല്യൂട്ട് അടിക്കുന്നവർ ഇതിൽ പ്രതികളായി വരുന്നത് കാണുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള 2 പേരെ, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചീഫിനെയും ഈ പറഞ്ഞ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത് അതിലൂടെ ഈ പ്രശ്നത്തെ പരിഹരിച്ച് അവിടെ അവസാനിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ പുറത്തു നിന്ന് പറയും, നോക്കൂ എൻ്റെ കൈകൾ ശുദ്ധമാണ്, ശബരിമലയിലെ സ്വർണം എങ്ങനെ പോയെന്നും എൻ്റെ പാർട്ടിക്കാരല്ല മോട്ടിച്ചതെന്നും അതിനൊന്നും തന്നെ തെളിവില്ല. ഞങ്ങളുടെ പാർട്ടിക്കാരനായ പത്മകുമാർ ആദ്യമായിട്ട് പറയുന്നത് ചെമ്പാണെന്നാണ്. അങ്ങനെ ശബരിമലയിലെ സ്വർണം ചെമ്പാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം പൂശുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതല്ല പൂശുകയല്ലായിരുന്നുവെങ്കിൽ എവിടെ രേഖ എന്ന് ചോദിച്ചുകൊണ്ട് സഖാക്കൾ നിങ്ങളുടെ ഓരോരുത്തരെയും വീട്ടിൽ വന്ന് വീണ്ടും പണ്ട് വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ചല്ലോ, അതുപോലെ സംസാരിക്കാൻ വരുന്ന ദിവസങ്ങളാണ് അടുത്ത് വരുന്നത്. ഈ സംസ്ഥാനത്ത് കൊലപാതകം നടത്തിയാലും അമ്പലം മോഷ്ടിച്ചാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിക്ക ക്ഷേത്രങ്ങളിലും, മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലും കൊള്ള നടന്നിട്ടുണ്ട്. ആ കൊള്ളയെപ്പറ്റി അന്വേഷിക്കാൻ പോലും കഴിയാതെ അതിനെ ഒതുക്കി തീർത്ത് ഈ അന്വേഷണത്തെ തന്നെ ഗോവർദ്ധൻ എന്ന ഒരു അന്തർ സംസ്ഥാനത്തെ ഒരു അയ്യപ്പ ഭക്തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് അവിടുത്തെ അയ്യപ്പ ഭക്തർ പോലും ഇങ്ങോട്ട് വരണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ അതിന് കാരണക്കാർ SIT അല്ല, കേസന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരല്ല, ഇപ്പോൾ അകത്ത് കിടക്കുന്നവരെ രക്ഷിക്കാനും ഉന്നതന്മാരായ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ശബരിമല കൊള്ള കടന്നു പോകാതിരിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൂഢലക്ഷ്യവും രാഷ്ട്രീയ ലക്ഷ്യവും ആണ് എന്ന് കരുതേണ്ടി വരും. അത് തന്നെയായിരിക്കും സത്യമാകാൻ പോകുന്നത്. കുറ്റബോധമൊന്നും ഇവർക്ക് ആർക്കുമില്ല, ഒരു കുറ്റബോധവുമില്ല. കുറ്റബോധം ഉണ്ട്. കുറ്റബോധത്തിൻ്റെ പുറത്ത്, അയ്യപ്പൻ്റെ സ്വർണം മേടിച്ച കുറ്റബോധത്തിൻ്റെ പുറത്താണ് ഉണ്ണികൃഷ്ണൻ പലപ്പോഴും പലരെ കൊണ്ട് അന്നദാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ പൈസയൊക്കെ ഉണ്ണികൃഷ്ണൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2019 തന്നെ തെളിവുകളില്ലാതാക്കിയതിന് ശേഷം മോഷ്ടിച്ച സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉള്ളൂ എന്ന് SITക്ക് അവസാനം പറയേണ്ടി വരും. ഇപ്പോൾ കാണുന്നതൊക്കെയാണ് സത്യം. അതിനപ്പുറത്തേക്ക് ഇന്നലകളിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് SIT ഹൈക്കോടതിയിൽ പറഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചാടുമായിരിക്കാം. അവരുടെ നിങ്ങളുടെ പേര് അന്വേഷണം എടുക്കും, മറ്റെടുക്കും എന്നൊക്കെ പറയും. അവരുടെ മേൽ അന്വേഷിക്കേണ്ടതും ഈ പറഞ്ഞ സംസ്ഥാനത്തിലെ പോലീസ് മേധാവികളുടെ കീഴിലുള്ള പോലീസല്ലേ? ആ പോലീസ് മേധാവി നിയന്ത്രിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ? ആ പൊളിറ്റിക്കൽ സെക്രട്ടറി നിയന്ത്രിക്കുന്നത് പിന്നെ അവരുടെ AKG സെൻറ്ററിൽ നിന്നല്ലേ?
AKG സെൻറ്റർ ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയല്ലേ, സർവ്വം മുഖ്യമന്ത്രിയല്ലേ. ഭരണവും പാർട്ടിയും മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിനകത്തൊന്നും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ, ഇനി ഒരടി മുമ്പോട്ട് പോയില്ലെങ്കിൽ, ഗോവർദ്ധന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ കക്ഷികൾ ഒന്നൊന്നായി ജാമ്യം എടുത്ത് പുറത്തു പോയിട്ട് പത്രസമ്മേളനം നടത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അവരെല്ലാം വെള്ളപൂശി വരുന്നതും കാണുവാനുള്ള ഗതികേടിലാണ് നമ്മൾ. എൻ്റെ പൊന്നയ്യപ്പ, അയ്യപ്പന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അയ്യപ്പൻ വേണ്ടത് ചെയ്യുക. പോറ്റിയെ കയറ്റിയതാരാണെന്നും സ്വർണം ചെമ്പാക്കിയതാരാണെന്നും അയ്യപ്പനറിയാം. അയ്യപ്പൻ വിചാരിച്ചാൽ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കൂ. കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അയ്യപ്പ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.